everyone, it's me Savita Charles from Poothirans. ഇന്ന് കാണുന്നത് കലങ്കാരിയിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ നാലാമത്തെ കലങ്കാരി കോട്ടൺസ് ആണ്. എല്ലാം തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. കലങ്കാരി എന്ന് പറയുമ്പോൾ കലങ്കാരി ലവേഴ്സ് തന്നെ കുറേ പേരുണ്ടാകാം. സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാം. അതുപോലെ തന്നെ ഹോട്ട് സീസൺ ഒക്കെ വരുമ്പോൾ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക് ആണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 159 rupees പെർ മീറ്ററിലാണ്. എന്നെ അറിയുന്നവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, ബൈ ഹാർട്ടായിട്ട് പറയുന്ന പോലെയാണ് അവർ പറയുന്നത്. അവൾ വിഡ്ത്ത് പറയുന്നത് 44 ഇഞ്ചും പ്രൈസ് പറയുന്നതാണ് ആദ്യം പറയുന്നതെന്ന്. അത് ഞാൻ ആദ്യമേ പറയുന്നത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ തന്നെ എല്ലാവരും തന്നെ ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും ആദ്യമേ പറയുന്നത്. പിന്നെ ഇപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ മുകളിൽ തന്നെ പ്രൈസും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കലങ്കാരി എന്ന് പറയുമ്പോൾ ഒരു പരുപരുത്ത കോട്ടൺ ആണ്. യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഫീൽ ചെയ്ത് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലേക്ക് പോയിട്ടുള്ളതാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പോലെയൊക്കെ ഏകദേശം ഒരു കളർ കോഡിലാണ് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് ഗ്രീനിൽ തന്നെ ബ്ലൂവും റെഡുമായിട്ടുള്ള ഒരു കളേഴ്സിലാണ്. നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 159 rupees പെർ മീറ്ററിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ 2 ബാച്ച് വന്നതിൽ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബാക്കി എല്ലാം തന്നെ സോൾഡ് ഔട്ടായി. ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് കലങ്കാരി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് ചിക്കു ഷെയ്ഡിൽ തന്നെ ബ്ലാക്കും ലൈറ്റ് ഓറഞ്ചും കൂടെ വന്നിട്ടുള്ള ഒരു ഷെയ്ഡിലാണ്. അതിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിന്റും പോകുന്നുണ്ട്. ആദ്യത്തെ ക്ലോസ് വീൽ കാണിച്ചിരുന്നോ? ആദ്യത്തെ ക്ലോസ് വീൽ ഒന്ന് കാണാം നമുക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചിക്കു ഷെയ്ഡിലാണെന്ന്. ഞാനിത് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ടുള്ള പാൻറ് ടൈപ്പിലുള്ള ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പൊക്കെ വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മിനി ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. 159 rupees പെർ മീറ്റർ ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് മെറൂണിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ്. അതിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള പ്രിന്റാണ് പോകുന്നത്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ക്ലോസ് വ്യൂയിലേക്ക് പോകാം. ഇത് വരുന്നത് ഇങ്ങനെയാണ്. ₹159 തന്നെയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലീഫ് പ്രിന്റിലാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും തന്നെ ഓരോ ലീവ്സും ഇൻക്ലൂഡഡ് ആയിരുന്നു. പല കളേഴ്സിലുള്ള ലീവ്സ് ആണ്. ഇപ്പോൾ ഞാനൊരു ഒരേപോലത്തെ തീം തന്നെ എല്ലാത്തിലും കൊണ്ടുവരാതിരിക്കാനായിട്ട് 4 വീഡിയോയിൽ ഓരോ ലീവ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇത് വന്നിരിക്കുന്നത് വലിയ ലീവ്സ് ആണ്. യെല്ലോയും ബ്ലൂ ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു കളറിലാണ് ഇതിൻ്റെ ലീവ്സ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. കലങ്കാരി എന്ന് പറയുന്നതൊക്കെ ചിലരുടെയൊക്കെ ഭയങ്കര വീക്ക്നെസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ കലങ്കാരിയും ഇൻഡിഗോയും ഒക്കെ. അപ്പോൾ കംഫർട്ടായിട്ട് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്ത് വെയർ ചെയ്യാവുന്ന പോലെയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് പേരൊക്കെ കലങ്കാരിയുടെ സെറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സെറ്റ് ഓൾറെഡി എടുക്കാനുള്ള പ്ലാനിലാണ്, ടോപ്പും ബോട്ടവുമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് പ്ലെയിൻ ആയിട്ട് ബോട്ടം കലങ്കാരി ബോട്ടം വിത്ത് കലങ്കാരി ദുപ്പട്ടയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ടോപ്പ് കലങ്കാരി ടോപ്പും ബോട്ടം പ്ലെയിൻ ആയിട്ടും ദുപ്പട്ട കലങ്കാരി ആയിട്ടുള്ളതാണോ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുമല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. 159 rupees പെർ മീറ്ററിൽ 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടത് അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കലങ്കാരി പ്രിന്റ് അല്ല. ക്ലോസിലൊന്നും കൂടി കാണിച്ചേ. ഇത് വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. എപ്പോഴും കലങ്കാരി എന്ന് പറയുമ്പോൾ ഒരു മെറൂണോ അല്ലെങ്കിൽ റെഡോ ആ ഒരു കളേഴ്സിലാണ് എപ്പോഴും കലങ്കാരി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ. ഈ ഒരു കളർ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. കലങ്കാരിയിൽ തന്നെ റെയറായിട്ട് വന്നിട്ടുള്ളൊരു കളറാണത്. ഞാൻ പറഞ്ഞ റെഡും മെറൂണൊക്കെ പറഞ്ഞൊരു പ്രിന്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 159 rupees പെർ മീറ്ററിലാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഫാബ്രിക് എല്ലാം വന്നിരിക്കുന്നത്.
ഇനി വരുന്നത് ഗ്രീൻ കളറിൽ തന്നെയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണിലാണിത്. ആ സെയിം ഡിസൈൻ അല്ല, ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ടാണ് എൻ്റെ എല്ലാ കലങ്കാരിയുടെ വീഡിയോയും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രീനും റെഡും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 159 റുപ്പീസ് തന്നെയാണ് പ്രൈസ്, 44 ഇഞ്ച് വിഡ്ത്തിൽ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് അധികം ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ വരുന്നത്, അതുപോലെ ഈ ബാച്ചിൽ ലാസ്റ്റ് ഡിസൈനാണ് നമ്മൾ കാണുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളർ എന്ന് പറയാം, അല്ലെങ്കിൽ ലൈറ്റ് മെറൂൺ കളർ എന്ന് പറയാം. ആ ഒരു പാറ്റേണിലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. 159 റുപ്പീസ് പെർ മീറ്റർ, 44 ഇഞ്ച് വിഡ്ത്തിൽ വന്നിരിക്കുന്ന കലങ്കാരി ഫാബ്രിക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്.
അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത്. 7:30 ഉണ്ട്, 8 8:30 ഉണ്ട്, 9 9:30 10 അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3 4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ടാകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ടാകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.